എന്താ ശരി ഞാൻ ഇവിടെ എന്റെ പറമ്പ് കുറച്ച് പട്ടൊക്കെ വെട്ടിക്കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് കത്തിക്കാണ്. എന്തേ? അതല്ല പിന്നെ ഏതാ പട്ടല്ലേ? അതെ, ഇയാളോടൊന്ന് മര്യാദക്ക് പറഞ്ഞിട്ട് കാര്യമില്ലാവട്ടെ. പറയേ എന്തപ്പ കാര്യം പറയുന്നു. എന്റെ അപ്പൊ താൻ എന്ത് തോന്നിയ കാണിക്കണ? എന്ത് തോന്നിയാസാണോ തന്റെ പേരപ്പുറത്ത് ഈ സോളാർ വെച്ചിട്ട് ഞങ്ങളുടെ വീട്ടിലെ കരണ്ട് വലിച്ചിട്ട് താനങ്ങട് സുഖമായിട്ട് കഴിയാ. ആ പരിസരത്ത് കരണ്ട് ഇടാ. എന്ത് വർത്താനാടോ വിവരം കെട്ട വർത്താനം പറഞ്ഞത്? ഇന്റെ കുടുംബത്തിൽ ഇവിടെ സോളാർ വെച്ചാൽ നിങ്ങളുടെ കരണ്ട് എങ്ങനെയാ പോണേ? എടോ, വിവരമില്ലാത്ത ആളെ, ഞങ്ങളുടെ വീട്ടിലിരിക്കണ കരണ്ട് ഈ ആന്റിനെ പിടിച്ച് വലിച്ചെടുത്തിട്ടാണ് തനിക്ക് പവർ തരണത്. ഞങ്ങളോടൊക്കെ പറയണേ ഒരു വിവരമുള്ള വർത്താനം പറയണ്ടോ? ഞാൻ ഇവിടെ സോളാർ വെച്ചാൽ നിങ്ങളോടത്തെ കറണ്ട് പോവാ പറഞ്ഞാല്. എടോ, ഞങ്ങളത് അറിഞ്ഞിട്ട് തന്നെ വന്ന KCB പോയി സാങ്കേതികമായിട്ട് അറിഞ്ഞിട്ട് തന്നെ പറഞ്ഞത്. KCB സാങ്കേതികത എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാനിത് ഇവിടെ വെച്ച. ഇത് ഇവിടെ വെച്ച് തനിക്ക് മാത്രം കറണ്ട് കിട്ടുമ്പോ ഈ പ്രദേശത്തുള്ളവര് രാത്രി കിടന്ന് ചൂട് കൊണ്ട് നട്ടം തിരിയാണ്. നിങ്ങൾ വെച്ചോളി സോളാർ. ഞങ്ങൾ എന്തിനാ വെക്കണം? ഇത്രയും കാലം ഞങ്ങൾ വെക്കാതെ. എന്നാ പിന്നെ വെക്കണ്ട. ഇന്നോട് വന്ന് കുറ്റം പറയാൻ. ഞാൻ ഈ രാത്രി മുഴുവൻ ലൈറ്റ് ഇട്ട് AC വെച്ച് ഫ്രിഡ്ജ് വെച്ച് പുറത്ത് മുഴുവൻ ലൈറ്റ് ഇട്ട് തന്റെ ഒരു ഊള സ്കൂട്ടർ ഉണ്ടല്ലോ അത് ചാർജ് ചെയ്ത് ഇതിനൊക്കെ കറണ്ട് ഈ പരിസരത്ത് നിന്നാ വലിക്കണത്. ഇന്ത്യയിൽ കായുണ്ട്, അതിനല്ല ഞാൻ ഈ സാധനം ഇവിടെ വെച്ചേക്കണേ. തന്റെ കായന്റെ തന്റെ കയ്യിലിരിക്കണോ ഞങ്ങളുടെ കറണ്ട് വലിക്കുന്നത്? കൂടി പറഞ്ഞടാ, ഞാൻ സൂര്യന്റെ എന്നാ മേടിക്കണ ഈ കറണ്ട് പോയി. സൂര്യൻ തരുന്ന ചാർജ് എന്താണ് ഈ മലമുരുക്ക് പറയണത്? ചാർജ് സൂര്യന്റെ ഈ സൂര്യനോട് പോയി രാത്രി സൂര്യൻ എന്താ ഈ രാത്രി നിങ്ങൾ പറയണക്ക് മനസ്സിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അവൾക്ക് ഞാനിപ്പോ ഈ എല്ലാവരും എടുക്കണ കറണ്ട് എന്നുള്ള കുറച്ച് കറണ്ട് എടുക്കണ്ട വെച്ചിട്ട് തന്നെയാണ് സ്വന്തമായിട്ട് സോളാർ വെച്ചിട്ട് ഇന്ന് എടുത്താൽ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ള കറണ്ട് ഉപയോഗിക്കാലോ എന്നാണ് എന്റെ ധാരണ. നിങ്ങളിപ്പോ പറഞ്ഞു ഞാൻ ഇത് വെച്ച കാരണം നിങ്ങളുടെ കറണ്ട് പോയി എന്നാണ്. ശരി, ആയിക്കോട്ടെ, ഞാനിപ്പോ അത് മനസ്സിലാക്കണേ. എന്താ എങ്ങനെ നിങ്ങളുടെ കറണ്ട് എങ്ങനെ കറണ്ട് പറഞ്ഞു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ തന്റെ ഈ കറണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അത് പിന്നെ ഈ അത് പിന്നെ എന്താ പറഞ്ഞു തൂണെന്ന് വരുന്ന മന്മഥം പറഞ്ഞത് പറയുന്നു. ഈ എന്താ എന്ത് ഞാൻ പറയും. നമ്മളിപ്പോ ഈ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ലൈൻ വലിച്ചിട്ടാണ് ലൈൻ എത്തിച്ചത്. അതിന്റെ അതും ഈ നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഇതും കൂടി വന്നിട്ടാണ് നമ്മുടെ ലൈറ്റ് കത്തണത്. അതെന്താന്ന് പറയണ നിങ്ങളുടെ നാട്ടിലെ കറണ്ട് കൂടെ നിങ്ങൾ കൊണ്ടുപോവാണ് ഇപ്പൊ. ചോദിക്കണേന് മറുപടി പറയും. ഇവിടെ സോളാറിന്റെ കുടുംബത്ത് സോളാർ വെച്ചിട്ടുണ്ട്, അത് ശരി തന്നെയാണ്. അത് ഞാൻ ഇവിടെ സാധനങ്ങൾ ഉപയോഗിക്കണേ എനിക്ക് കറണ്ട് ബില്ല് അധികം വന്നപ്പോ അതിന് വെച്ചാണ്. അത് നിങ്ങളുടെ കറണ്ട് എങ്ങനെ പോണു അതൊന്നിക്ക് പറഞ്ഞാൽ. ഞങ്ങളുടെ കറണ്ട് പോണ ഞങ്ങളുടെ കറണ്ട് പോണത് ഇപ്പൊ ഈ പരിസരത്തുള്ള മുഴുവൻ വൈദ്യുതി ഈ സാധനങ്ങളൊന്ന് വലിച്ചെടുക്കണുണ്ട്. ഏത് സാധനം? ഈ കപ്പലിൽ മിഠായി പോലത്തെ സൂര്യന്റെ ലൈറ്റ് എങ്ങനെയാണ് കറണ്ട് ആവണ? തനിക്ക് അറിഞ്ഞൂടാ. എന്നോടൊന്നിക്ക് സംസാരിക്കാൻ പറ്റൂല. തനിക്ക് പറ്റൂല. സംസാരിക്കാൻ തനിക്ക് പറ്റില്ല. അതെ, ഒരു കാര്യം പറയാം. മിണ്ടണ്ട. ഈ സാധനം ഒരാഴ്ചക്കുള്ളിൽ ചവിട്ടി പൊളിച്ച് തോട്ടിക്ക് പറയാറില്ല. ചെയ്യപ്പെടുന്ന ഇറങ്ങിപ്പോ ഇതുപോലത്തെ ഒരു സൗരോർജ്ജം കൊണ്ടെന്നുള്ള ഞാൻ മൂലക്കിരിക്കാണ് പൗരസമിതി. പേര് എന്റെ കുടുംബത്തുകാരും ഇത്ര വിവരം ഇയാൾ ഇതിന്ന് ഒഴിവാക്കിക്കോട്ടെ. വെറുതെ കിണറ്റിന്ന് കയറ്റിയ വയ്യാളുടെ മാറ്റി ഇങ്ങനെ ഓടി കയറി വരികയാണ്. പറഞ്ഞു പറ്റാ എന്നെ പറയാണ്ട് അതിന്റെ ഇടക്ക് ബാക്കിലോട്ട് പറയണ്ടേ? അത് എന്താന്ന് ചോദിച്ചെന്നാ അത് പറയാറിയണ്ടേ. ഇത് ഇവിടുന്ന് സൂര്യൻ മരിക്കണ ചാർജ് ഇവരുന്ന പോണെന്നാ പറഞ്ഞത്. ആള്ള നായിക്കള് അത് ഇന്നത്തെ പണി ആലാക്ക്. നിങ്ങൾ എന്നാ ഇവിടെ കൊടുത്തത്? എന്താ വീട്ടുപേര്? തങ്കമണി എന്നാ വീട്ടുപേര്? നോക്കിട്ടേക്ക്, ഞാൻ വിളിച്ചോളാം. സോളാറിന്റെ കാര്യം പറയാം. സാറേ കണ്ടോളൂ. സോളാറിന്റെ
സോളാറിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് വന്നാണ്. ആയിരിക്കും. സാറേ അതേ ആ നമ്മളിപ്പോ അന്ന് സോളാർ എടുത്തല്ലോ, സോളാർ എടുത്തണ്ടല്ലോ ഞാന്. പൂവ് അപ്പൊ അതിപ്പോ നാട്ടുകാർക്കൊക്കെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ഉള്ള കറണ്ട് മൂയ്മ ഇപ്പൊ ഞാൻ ഉപയോഗിക്കണമെന്നുള്ളതാണ് ഇപ്പൊ നാട്ടുകാരുടെ പരാതി. അല്ല, ഒരാളെന്നുള്ളതല്ല, സോളാർ ഉപയോഗിക്കുന്നവർക്കെതിരെ ഇവിടുത്തെ ലൈൻമാൻ തന്നെയാണ് ഓരോന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്. ഞങ്ങളിപ്പോ നാട്ടുകാരുടെ കറണ്ട് എടുക്കണെന്നൊക്കെയാണ് പറയണത്. അയാൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണത്? ഇതിപ്പോ ലൈൻമേൻ പറയുന്നതാണ് സത്യത്തില് ഫാക്ട്. ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടായിരിക്കണത് നിങ്ങളെ പോലുള്ള ആളുകളെ കൊണ്ടാണ്. സാറേ, ഞങ്ങള് സോളാർ വെച്ച ആൾക്കാരാണ്. അതെ, അത് മനസ്സിലായി, അതാണ് പറയണത്. സാധാരണ ഇപ്പൊ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോ ഒരു ഇത്തിരി കറണ്ട് ചാർജ് ഒക്കെ കൂടും, അത് നമുക്ക് മനസ്സിലാവും. ഇത് എന്ത് കൂടുതലാണിത്? 1800 കറണ്ട് ബില്ല് ശരാശരി ഞങ്ങൾക്ക് 1600 1800 വന്നിരുന്നത്. അതിപ്പോ 3200 അടക്കണത്. ബില്ല് കുറയ്ക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്താണ്? അതായത് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക. അത് ഞാൻ കേട്ടേക്കണ. അത് എന്താ സാറേ അതിന്റെ കാര്യങ്ങൾ? നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ മുകളില് ഒരു സോളാർ പ്ലാന്റ് പണിയുക. അപ്പോ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി ഗ്രിഡ് വഴി നമ്മൾ എടുക്കും. പകരം നമുക്ക് എത്ര വേണമെങ്കിലും വൈദ്യുതി വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം. KSEBയുടെ വൈദ്യുതി നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. കാരണം നമ്മൾ സോളാർ വെച്ചിട്ടുണ്ടല്ലോ. ഇത് നിങ്ങൾക്ക് തരുന്നത് നമുക്ക് KSEB നിങ്ങോട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെ? ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് തരുന്ന ഒരു വൈദ്യുതി ഉണ്ടല്ലോ, ആ വൈദ്യുതി അളവിൽ കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ബില്ല് പേ ചെയ്താൽ മതി. അപ്പൊ നമ്മള് നിങ്ങൾക്ക് തരുന്ന കറണ്ടിന് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പിന്നെ ബില്ലൊന്നും അടക്കണ്ടല്ലേ? ബില്ല് അടക്കണ്ടെന്നല്ല, അപ്പൊ ബില്ല് വരുന്ന സമയത്ത് നിങ്ങൾ നമുക്ക് തരുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ കൂടുതൽ വന്നതിന്റെ ബില്ല് മാത്രമേ നിങ്ങൾ അടക്കേണ്ട കാര്യം. മനസ്സിലായി. ഇനി അതല്ല, നിങ്ങൾ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ, കൂടുതൽ വൈദ്യുതി നിങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ളതിന്റെ പൈസ നിങ്ങൾക്ക് തരും, അതല്ലെങ്കിൽ കറണ്ട് തരും. അത് ശരി, അങ്ങനെയാണ് അതിന്റെ അത് കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പിന്നെ എന്താ വെച്ചാൽ അതിന് കുറച്ച് ചെലവ് കൂടുതലുണ്ട്, പക്ഷെ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് 1-2 വർഷം കഴിയുമ്പോഴേക്കും അത് കവർ ചെയ്ത് പൊക്കോളും. പിന്നെ മാത്രല്ല, ഇത് നമുക്ക് കൂടുതൽ വൈദ്യുതി KSEBക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വലിയ ലാഭകരമാണ്, വലിയ ബിസിനസ് ആയിട്ട് കൂടി കണക്കാക്കാം. അല്ല സാറേ, നിങ്ങൾ എന്തെന്ന് എന്നോട് അന്ന് പറഞ്ഞത്? നിങ്ങൾ ഈ കണക്ഷൻ എടുത്തോളൂ, നിങ്ങൾക്ക് കറണ്ട് ചാർജ് കൂടുതലാണെങ്കിൽ ഇപ്പൊ സോളാർ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബില്ലൊക്കെ വളരെ കുറയും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞാണ്ട് പിന്നെ ഇതൊന്നും അറിയാത്ത ഞാൻ പറയാ നിങ്ങളോട്. ഞാൻ നിങ്ങളോട് പറഞ്ഞോ? പിന്നെ അല്ലാണ്ട് ആരാ പറഞ്ഞു? നിങ്ങളുടെ വേറെ ആളുണ്ടോ ഇവിടെ? സാറേ, ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ സാറേ ഞങ്ങളത് വെച്ചത്. ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇപ്പൊ ഈ സോളാർ വെച്ചിട്ടുള്ള ആളുകളുടെ അപ്പൊ അവരുടെ വീടുകളിൽ നിന്ന് നമുക്ക് ഇപ്പൊ ഈ ഗ്രിഡ് വഴി നമ്മൾ കറണ്ട് എടുക്കുന്നുണ്ട് ഉണ്ടല്ലോ, പകരം നിങ്ങൾക്ക് തരുന്നുണ്ട്. ശരിയല്ലേ? അന്നും പറഞ്ഞാണ് തന്നുണ്ട്. അതെ, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാല് പകലൊരു ഉപയോഗവും രാത്രി വേറൊരു ഉപയോഗമാണ്. പകല് നമുക്ക് താരതമ്യേന കുറവാ, പക്ഷെ രാത്രി കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. വേണല്ലോ. അത് വേണം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സോളാർ പ്ലാന്റ് വെച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, രാത്രി എല്ലാം അങ്ങോട്ട് ഓഫ് ചെയ്ത് തരണം. അങ്ങനെയല്ല, പിന്നെ കുറയാ. അതായത് ഇത് വെച്ചിട്ടുള്ള ആളുകള് സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. അതായത് ഇപ്പോ 4 യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു വീട്ടുകാർ ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഇപ്പൊ അവർ ഉപയോഗിക്കുന്നത് 8 യൂണിറ്റ് വൈദ്യുതിയാണ്. അതായത് കാറ്, ഈ മോട്ടോർ സൈക്കിള്, പിന്നെ അത് ഇത് മറ്റത് മറിച്ചത്. ഇപ്പൊ AC ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു വീട്ടിൽ 4 AC ഉണ്ടെച്ചാൽ 4 AC അങ്ങ് ഇടുകയാണ്. കാരണം അവർക്ക് സോളാർ ഉണ്ടല്ലോ. ഇതാണ് അതിന്റെ പ്രശ്നം. നിങ്ങളിൽ നിന്ന് നമ്മൾ സോളാർ എടുക്കുന്നത്, അല്ല ഈ വൈദ്യുതി എടുക്കുന്നത് 3 രൂപയ്ക്കാണ്, വാങ്ങുന്നതോ 12 രൂപ കൊടുത്തിട്ടാ. അപ്പോ ഇപ്പൊ ഈ വൈദ്യുതി കൂടുതലായതുകൊണ്ട് ഈ സോളാർ വെക്കാത്ത സാധാരണ ഉപഭോക്താക്കളുണ്ടല്ലോ, ആ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന ഒരു താരിഫ് ബില്ലുണ്ടല്ലോ, ആ ബില്ലിന് കണക്കാക്കിയിട്ട് ഇത് സോളാർ വെച്ചിട്ടുള്ള ആളുകളിൽ നിന്നും ഇപ്പൊ ബില്ല് ഈടാക്കണം എന്നാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത്. എന്തൊക്കെ നിങ്ങൾ കൊടുത്തല്ലേ കണക്ഷങ്ങൾ വായ തുറന്ന് അങ്ങോട്ട് പറയുന്നേ? ഞാൻ പറയട്ടെ സാറേ, ഇത്രയും പൈസ മുടക്കിയിട്ടാണ് ഞങ്ങൾ സോളാർ വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഈ ബില്ല് അടയ്ക്കണം, അതും ഈ കൂടിയ റേറ്റിൽ വരുന്ന ബില്ല് ഞങ്ങൾ അടയ്ക്കണമെന്ന് പറയണത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? സാർ ഇതിന് മുമ്പേ പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ സാറേ. നിങ്ങൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല. ബഹളം വെച്ചിട്ട്
നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണല്ലോ അതെ ഞങ്ങളെ ഒരു സോളാർ വെച്ചത്. അതെ പറയുന്നത് മനസ്സിലാക്ക്. ഇപ്പൊ സോളാർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മതി നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളൊരു ബാറ്ററി വെക്കി. എന്ത് ബാറ്ററിയോ? ആ ബാറ്ററി എവിടെ battery വെക്കാൻ? ഒരു ബാറ്ററി വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ സോളാറിൽ നിന്നുള്ള വൈദ്യുതി ഈ ബാറ്ററി സ്റ്റോർ ചെയ്യും. അത് നിങ്ങളുടെ ഉപയോഗങ്ങൾക്ക് മാത്രം മതി. മറ്റേ KSEBിക്ക് കൊടുക്കണ്ട. KSEBിക്ക് അപ്പൊ ഇനി കറണ്ട് വേണ്ട. അപ്പൊ ഞങ്ങള് ബില്ലും വരൂല. ബില്ല് വരൂലല്ലോ. അല്ല ബില്ല് ഇപ്പൊ നിങ്ങളുടെ ഇതിന്റെ ഒരു ബില്ലുണ്ട്, ഒരു മിനിമം ബില്ലുണ്ടല്ലോ, അതെന്തായാലും അടക്കേണ്ടി വരും. അല്ല ഞങ്ങൾക്ക് അപ്പൊ ഇനി KSEBിന്ന് കറണ്ട് എടുക്കണ്ടെന്നോ? KSEBിന്ന് കറണ്ട് എടുക്കണ്ടേ? വേണ്ട. നിങ്ങളിപ്പോ പിന്നെ ആ സോളാറിൽ നിന്നുള്ള battery വൈദ്യുതി ആ ബാറ്ററി വാങ്ങി വെച്ചാൽ മതിയെന്ന്. അത് മതി. ആ ബാറ്ററി എവിടെ ഇട്ട് എത്ര രൂപ വരും അതിന്? ബാറ്ററിക്ക് അതിപ്പോ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ എത്ര കണ്ട് സോളാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അതിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അതിന്റെ ഒരു ഇതിനനുസരിച്ചാണ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി നോക്കണം. അല്ല എന്നാലും ഏകദേശം ഇപ്പൊ ഞങ്ങളൊക്കെ എടുത്തേക്കണ കണക്കനുസരിച്ച് നിങ്ങളൊക്കെ എടുത്തതിന് കണക്കിന് ഒരു 1.5 ലക്ഷം രൂപ അത് വരും. അപ്പൊ ഈ 2 ലക്ഷം രൂപ 2 ചില്ലാനം രൂപ ഞങ്ങള് അത് ഇപ്പൊ സോളാർ എടുക്കാൻ വേണ്ടിട്ട് അതിന്റെ പാനലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതും ചെലവാക്കുക. ഇനിയിപ്പോ 1.5-2 ലക്ഷം റുപ്യ ഞങ്ങൾ ഇനി ബാറ്ററിക്ക് ചെലവാക്കുക. അപ്പൊ ഞങ്ങൾ ഈ ജാതി ഒക്കെ ചെയ്തപ്പോ 4-5 ലക്ഷം റുപ്യ ചെലവാക്കിയിട്ട് അതിന് കിട്ടുന്ന കറണ്ട് ഞങ്ങൾ തന്നെ ഉപയോഗിക്കുക. എന്നിട്ട് KSEBിക്ക് അതിന്റെ മിനിമം ചാർജ് എന്നുള്ള കാശ് അതും അടക്കുക. അതാ അപ്പോഴും ബില്ല് അടക്കണം. അത് ചെറിയ സംഖ്യല്ലേ. സാറേ ചെറിയ പൈസയിലും വലിയ പൈസയിലും ഞങ്ങളുടെ പൈസയില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ് പിന്നെ KSEBിയുടെ സഹായം ജനങ്ങൾക്ക് അത് മനസ്സിലായില്ല. ഈ കാശ് അങ്ങോട്ട് മേടിക്കലോ? ഞങ്ങൾക്കിപ്പോ നിങ്ങളെ മാത്രമല്ലോ മറ്റുള്ള ഉപഭോക്താക്കളെ ഒക്കെ നോക്കണ്ടേ. ഞങ്ങളും അതേമാതിരത്തെ ഉപഭോക്താക്കളായിരുന്നില്ലേ? അതെ. അത് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇത് അങ്ങോട്ട് കുഴിയിൽ ചാടിച്ചിട്ട് ഇതൊക്കെ വെപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ സാധാരണക്കാരല്ല, അവരാണ് സാധാരണക്കാര്, നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിയമം ഞങ്ങളുടെ നെഞ്ചത്ത് കെട്ടി വെക്കണം. എന്തിനാന്ന് ഈ ചോദിക്കണത്? അല്ല ഇപ്പൊ സാർ എന്താ പറയണേ? ഇപ്പൊ ഞങ്ങൾ ഈ സോളാർ എടുത്ത് കളയേണ്ടി വരുമോ? അതിപ്പോ നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം. അത് ശരി. സാർ എന്ത് വർത്താനങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞേ? സാധാരണക്കാർക്ക് ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ട് സോളാർ സംവിധാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെ ആവുക? ഇതിപ്പോ 5000-10000 ഒക്കെ കറണ്ട് ബില്ല് മാസം അടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊക്കെ കൂടി ചെലവാക്കിയ അവർക്ക് കിട്ടുന്ന ഇത് ചിലപ്പോൾ മുതലാവുമായിരിക്കും. ഞങ്ങൾ സാധാരണക്കാർ ഇത്ര ലക്ഷം ചെലവാക്കിയിട്ട് ഇതെങ്ങനെ മുതലാവണത്? ഇത് എന്ത് വർത്താനങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ കഴുതകൾ തന്നെയാണ്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പറയണത് കേട്ടിട്ട് അതും വിശ്വസിച്ചിട്ട് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാർന്ന ആൾക്കാർ കഴുതകളാണ്. വെറുതല്ല ഞങ്ങളെ കഴുതകൾ എന്ന് വിളിക്കണത്. ഒരു സംശയമില്ല അതിൽ. ഇനി എന്തിനാ കുത്തിരിക്കണത്? വാ പോവാ. ഇവരെ കൊണ്ടൊന്നും സാധിക്കൂല. ഹലോ പറഞ്ഞോ. ബില്ല് കൂടുതലാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സോളാർ വെക്ക്. പിന്നെന്താ, സാധാരണക്കാർക്ക് അഫോർഡബിൾ ആണല്ലോ. ബാറ്ററി ഒരു ചെറിയ ബാറ്ററി വാങ്ങി വെച്ചാ മതി. ഓക്കെ ശരി ഓക്കെ.